രാവിലെ തന്നെ ആരെ പിരാക്ക് നല്ലോണം തട്ടിക്കണം. നല്ലൊരു 4-5 തുമ്മലും തുമ്മിയിട്ട് രാവിലത്തെ പരിപാടി തുടങ്ങി. കുറെ ആൾക്കാർ പറയും ഔസ്റ്റർ പണി പട്ടിപ്പണിയാണ് നോക്കുക. ഇങ്ങനെ ഒരു പണികളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 4-5 ദിവസമായി ഞാൻ എൻ്റെ വണ്ടി തൊട്ടിട്ട് ഒരു ഓട്ടോ എല്ലാം ഒന്നുമില്ല. പിന്നെ ഓലെ ബോധിപ്പിച്ചാൻ വേണ്ടി ആ 2 വണ്ടി ഇങ്ങനെ തോത്തിടും. എന്തായാലും ഞാൻ രാവിലെ തന്നെ വണ്ടി തോത്താൻ പോയി. വെള്ളിയാഴ്ച പിന്നെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് മേഡത്തിന്റെ കുട്ടികളെ കൊണ്ടാക്കാൻ ഉണ്ടാവില്ല. പിന്നെ മേഡത്തിന്റെ ഉമ്മാനെ കൊണ്ടാക്കല്ല. അതിന്റെ ഉമ്മ അവിടെ അല്ലേനും പിന്നെ ഉണ്ടെങ്കിലും തന്നെ 4 മണി കഴിഞ്ഞിട്ട് തന്നെ ഓട്ടം വിളിക്കലുള്ളൂ വെള്ളിയാഴ്ച. വണ്ടിയൊക്കെ നമ്മൾ നല്ലോണം തോത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പരിപാടി കണ്ടത്. വണ്ടി നല്ലൊരു തട്ടല് തട്ടിക്കണം. എന്തായാലും പുതിയ വണ്ടി എപ്പോൾ എടുത്തിട്ട് 1 മാസമായിട്ടുള്ളൂ. നമ്മളെ കുറെ സുഹൃത്തുക്കൾ ഇവിടെ ഔസ്റ്റർ ജോലി എടുക്കണോലുണ്ട്. ആരുടെ വണ്ടിയൊന്നും തട്ടാക്കട്ടെ, പടച്ചോൻ കാക്കട്ടെ. എന്തായാലും ഞാൻ വന്ന് റൂമിലൊന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും കറി ഉണ്ടാക്കിയേക്കട്ടെ. വെള്ളിയാഴ്ച അല്ലേ. ഈ വെള്ളിയാഴ്ച ബീഫ് കൊണ്ടുള്ള സുന്നത്തില്ലേ നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു വെജിറ്റേറിയൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിരിക്കണം. സാമ്പാർ എന്ന് പറയുമ്പോൾ കാണാൻ നാട്ടിലത്തെ ലുക്കില്ലെങ്കിലും ഇതൊരുമാതിരി ഫിലാഡൽഫിയൻ സ്റ്റൈൽ സാമ്പാറാട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അടുത്ത പരിപാടി കുളിച്ച് മാറ്റി പള്ളിക്ക് പോകുന്നില്ല. പള്ളിക്ക് പോകാൻ ഇറങ്ങി അങ്ങനെ റൂമിൽ. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ജോലി ഉണ്ട് പറഞ്ഞാലും നമ്മളെ നാട്ടിലത്തെ മഹലത്തെ ഹുത്തുബയും കേട്ട് വരുന്ന സുഖം വേറെ തന്നെയാണ്. ഈ സൗദി ആ കുട്ടീൻ്റെ അടുത്തൊരു 10 റിയാൽ കൊടുത്തിട്ട് ഒരു മിസ്കീന് കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവം നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഈ കാണുന്നതാണ് നമ്മളെ മഹല്. നമ്മളെ മഹലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് നിസ്കാരം കഴിയും. 12-25 ആകുമ്പോൾ റൂമിൽ എത്തും. പള്ളിക്കന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുന്നപ്പോൾ ഒരു കുപ്പി വെള്ളവും കിട്ടി. ഈ ചങ്ങായി നോക്കുകയാണെങ്കിൽ വെറുതെ കിട്ടണാണ് കണ്ട 2-3 പൊറുക്കി പോരും. പിന്നെ റൂമിൽ വന്ന് ചോറൊക്കെ തിന്നു. അപ്പൊ ഇന്നത്തെ ഏകദേശം തീരുമാനമായി. ബാക്കി നാളെ നോക്കാം.